കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ അർജുനെയും ലോറിയെയും കണ്ടെത്താൻ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കർണാടക സർക്കാർ. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കും. ഇത് സംബന്ധിച്ച് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് 1 മാസത്തിലേറെയായി. എന്നാൽ ഇപ്പോഴും അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനമെടുത്തത്. അർജുന്റെ ബന്ധു ജിതിൻ, MK രാഘവൻ MP, മഞ്ചേശ്വരം MLA KM അഷ്റഫ്, കാർവാർ MLA സതീഷ് സെയിൽ എന്നിവരാണ് കർണാടക മുഖ്യമന്ത്രിയെ കണ്ടത്. അർജുനായുള്ള തിരച്ചിൽ എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഈ ആവശ്യത്തോട് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്വീകരിച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MK രാഘവൻ MP പറഞ്ഞു. 15 മീറ്റർ ആഴത്തോളം പോകാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ. ഒഴുക്കുണ്ടെങ്കിലും 15 മീറ്റർ ആഴത്തിൽ പോകാൻ സാധിക്കും, കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് അത് വന്നാൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലോറി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അത് കണ്ടെത്താനും എടുക്കാനും കഴിയുന്നതാണ് നമ്മുടെ പൂർണ്ണ പ്രതീക്ഷ. ഡ്രഡ്ജർ കൊണ്ടുവരാൻ 1 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇത് സർക്കാർ വഹിക്കും. കൂടിക്കാഴ്ചയിൽ സംതൃപ്തി ഉണ്ടെന്ന് അർജുന്റെ ബന്ധു ജിതിൻ പ്രതികരിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണുകയും ശുഭാപ്തി വിശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും കളക്ടറുമായിട്ടും MLA-മായിട്ടും എല്ലാം സംസാരിക്കുകയും ഡ്രഡ്ജർ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് തന്നിരിക്കുന്നത്. അല്ലാതെ അതിനൊരു വേറെ ഒരു ആൻസറൊന്നുമില്ല. ഉറപ്പായിട്ടും അത് കൊണ്ടുവരും, തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഉറപ്പ് തന്നെ തന്നിട്ടുണ്ട്. ഗംഗാവലി പുഴയിൽ മണ്ണടിഞ്ഞതിനാൽ ഡ്രഡ്ജിംഗ് നടത്താതെ തെരച്ചിൽ സാധ്യമാകില്ല. എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാൻ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം. അമൃത ന്യൂസ്, കോഴിക്കോട്.